സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രമേയങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികളെ എന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. മറ്റുള്ളവരാരെയും ഞങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികളായി കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടില്ല. ഈ രണ്ട് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായിട്ടാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. കേന്ദ്രം ഭരിക്കുന്നൊരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ അഖിലേന്ത്യാ നിലവാരത്തിൽ പാർട്ടിയുടെ നയം തന്നെ കോൺഗ്രസ് വിമുക്ത ഭാരതമാണ്. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിക്ക് ഏതാണ്ട് കുറേശ്ശൊക്കെ എന്തോ അല്ല ലീഗുമായി യോജിക്കണോ വേറെ ആരെങ്കിലും അവർ പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, വഴി കൂടി പോയ ആളുകളോടൊക്കെ നിങ്ങൾ യോജിക്കോ മാത്രമാണ് മുന്നണികൾ രാഷ്ട്രീയ പ്രതിയോഗി എന്ന നിലയിലുള്ള നിങ്ങളുടെ സമീപനം. ലീഗിനോടക്കം അങ്ങനെയല്ല എന്നല്ലേ ഞാൻ സൂചിപ്പിച്ചു വന്നു. വേണു, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ അടിവരയിട്ട് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് അടിവരയിടാതെ പറയുന്ന ഭാഗത്ത് ലീഗിനോടുള്ള സമീപനം എന്തായിരിക്കും? അല്ല, ആവശ്യമില്ലാതെ ഇതൊന്നും ഫില്ല് ചെയ്യാൻ വേണുവിനെ പോലുള്ള ആളുകൾ ശ്രീ ജോസഫ് വാഴക്കൻ, ഒന്ന്, ചുവടുമാറ്റത്തിന് പിന്നിൽ ഇന്നലത്തെ പ്രതികരണങ്ങളിലെ പക്വതക്കുറവൊരു ഘടകമല്ലേ? ഇന്നലെ അങ്ങനെ പക്വതക്കുറവൊന്നും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുണ്ടായില്ലല്ലോ. രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്ത് കാരണമെന്ന് പറയുന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ള നിലയിൽ ഒന്നോ രണ്ടോ വാക്കാ പറഞ്ഞു, ബാക്കി ഇന്ന് പറയാമെന്ന് പറഞ്ഞത്. അതല്ലാതെ വേറൊന്നും രമേശ് ചെന്നിത്തല ഒരു വാചകം പ്രധാനമാണ്. അത് പിന്നെ പാലക്കാട് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ മറ്റൊരുപാട് കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് ആരും കോൺഗ്രസിനെ വിരട്ടേണ്ടതില്ല എന്നുള്ള ഒരു വാചകം ഉണ്ടായത് അന്ന് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അഭിവ്യൂഹങ്ങൾ, പ്രത്യേകിച്ച് ജോസഫ് വാഴക്കൻ, നമുക്ക് നിങ്ങളുടെ ഉൾരാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യാം. ഇപ്പോൾ എ ഗ്രൂപ്പ് ശക്തമായി പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു വാക്ക് തിരഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഇന്ധനം പകരുകയായിരുന്നു ആ വാചകങ്ങൾ എന്നാണ്. വിരട്ടാൻ നോക്കേണ്ട, പോയിക്കഴിഞ്ഞതിന് ശേഷം വി ഡി സതീശൻ പറയുന്നു ശുക്രദശ തുടങ്ങി. ഈ രൂപത്തിലാണോ പ്രതികരിക്കേണ്ടത്? നിങ്ങൾ ആരെയൊക്കെയാണ് ഒന്നൊഴിയാതെ എവിടെ നിന്ന് ഇനി ആട്ടിപ്പായിക്കാൻ പോകുന്നത് എന്നതാണ് നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ ഒരു പ്രബല വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യം. ഒരു പ്രബല വിഭാഗവും പറയില്ല, അങ്ങനത്തെ തെറ്റിദ്ധാരണയും വേണ്ട. കേരളത്തിലെ കോൺഗ്രസ് ഈ കാര്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ എടുത്തിരിക്കുന്ന നിലപാടിൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഓരോ നേതാക്കന്മാരും കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്ന സമീപനം വരുമ്പോൾ ഒറ്റക്കെട്ടാണ്, അത് ശരി. പക്ഷേ അല്ലല്ല, ഇവിടെ പയറ്റേണ്ട രാഷ്ട്രീയം എന്താണ്, മുന്നണി രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട പക്വത എന്താണ് എന്നതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഞാൻ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കാലിബറും രമേശ് ചന്ദ്രയുടെ കാലിബറും തമ്മിലുള്ള താരതമ്യമാണ് നടക്കുന്നത്. ഉമ്മൻചാണ്ടിയുടേതായ ശൈലി ഉണ്ടാകാം, രമേശ് ചെന്നിത്തലയ്ക്ക് ശൈലിയുടെ വ്യക്തിപരമായ പ്രശ്നമല്ല. അതിൽ വില കൊടുക്കേണ്ടി വരുന്നത് ഒരു മുന്നണിയാണ്, ഒരു പാർട്ടിയാണ് എന്നതാണ് പ്രശ്നം. അങ്ങനെയൊന്നും ഇത്തരം ഓരോ കക്ഷികളെ പിടിച്ചോണ്ടൊന്നും അല്ല. അതാ ഞാൻ നേരത്തെ നിങ്ങളൊരു വാചകം ഞാൻ പറഞ്ഞു, കേരള രാഷ്ട്രീയത്തിൽ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണെന്ന്. നേരെ തിരിച്ചുമുണ്ട്. നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ. ഇപ്പൊ ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം ശ്രീ വാഴക്കൻ, KM മാണി കോൺഗ്രസിനെ വെല്ലുവിളിക്കേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിനെ അങ്ങനെ ഭയപ്പെടുത്തേണ്ട എന്ന് പറയുന്നതിൽ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണ്. പക്ഷെ KM മാണി പോകണമായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ശ്രീ വാഴയ്ക്കൊരു അഭിപ്രായമായിരിക്കും, എ ഗ്രൂപ്പിലുള്ളവർക്ക് വേറൊരു അഭിപ്രായമായിരിക്കും, സുധീരൻ പക്ഷത്തിന് വേറൊരു അഭിപ്രായമായിരിക്കും. ഒരു തർക്കവും ഇല്ലതിൽ. KM മാണി ഞങ്ങൾ ഓടിച്ചു വിട്ടതല്ല. പക്ഷെ നിലനിർത്താൻ കഴിയുന്ന വഴികൾ ഉണ്ടാക്കാമായിരുന്നു, ആലോചിക്കാമായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. ഇല്ല, KM മാണിക്ക് ആഗ്രഹിക്കുന്നു കൊടുക്കാൻ ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയല്ല ശ്രീ വാഴക്കൻ, അങ്ങനെയല്ല ശ്രീ വാഴക്കൻ. ഇവിടെ പ്രശ്നം അല്ലെങ്കിൽ ഇന്നിപ്പോ അതേ തീവ്രതയോടെ നിൽക്കണമായിരുന്നു. അങ്ങ് പറയുകയാണ് ഒരു കുറ്റപത്രം വന്നിട്ടില്ല എന്ന്. കുറ്റപത്രമൊന്നും വരേണ്ട കാര്യമില്ല. കോൺഗ്രസ് പോലെ ഒരു ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനം, കോൺഗ്രസിന്റെ ഒരു UDFന്റെ ഒരു ഘടകകക്ഷി, അവർ വിട്ടുപോകുമ്പോൾ ഒരാരോപണവും ഞങ്ങളെക്കുറിച്ചില്ല, ഒരാക്ഷേപവുമില്ല. അന്തരീക്ഷത്തിൽ ചിലരെ എന്നൊക്കെ പറയുക എന്നുള്ളതല്ലാതെ കൃത്യമായി ജനങ്ങളുടെ മുൻപിൽ ഒരു കാര്യവും പറയാനില്ല. ഇത് ശരി, ഇതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നിൽക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഈ വാദഗതിയിൽ തന്നെ ഞാനിപ്പോൾ TN പ്രതാപൻ പറയുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ തരത്തിലുമുള്ള യോജിപ്പോടെ പ്രവർത്തിച്ചതിന് ശേഷം പിന്നതാ മുന്നണി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ധാരണയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് TN പ്രതാപൻ പറയുന്നു. എന്താണ് അഭിപ്രായം? അത് കോട്ടയം ജില്ലയിലെയും
ഇടുക്കി ജില്ലയിലെയും ഏതാനും പഞ്ചായത്തുകളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെയല്ല, അത് ഞാൻ പറയാം. കോട്ടയത്ത് ജില്ലാ 40, പഞ്ചായത്ത് കോട്ടയത്ത് 40 ഇടത്ത്, കോട്ടയത്ത് 40 ഇടത്ത്. അത് സമ്മതിച്ചു. ചെറിയ കാര്യമല്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു സ്ഥലം കോട്ടയമാണ്. അല്ല, കോട്ടയത്ത് അത്രേ ഉള്ളന്നേ. കേരള കോൺഗ്രസ് അവിടെയല്ലേ ഉള്ളൂ. അങ്ങനെയല്ല. കോട്ടയത്തും ഇടുക്കിയിലും അല്ല കേരള. നമ്മുടെ ആഗ്രഹപ്രകാരം ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരരുത്. കോട്ടയത്ത് 40 ഇടത്ത് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. 50ഓളം അവിടെ എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകൾ, അതെ, കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. മത്സരിച്ചത്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, VM സുധീരൻ മുമ്പൊരു ഘട്ടത്തിൽ ഈ ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ടൊരു തിട്ടൂരം കൊടുക്കുകയുണ്ടായി തദ്ദേശ സ്ഥാപനങ്ങളിലെ മേലധികാരികൾക്ക്. ഇതാ KPCC അധ്യക്ഷൻ തരുന്ന നോട്ടീസാണിത്. ഇത് പ്രകാരം മേലിൽ ഇനി ആർക്കും ബാർ ലൈസൻസിൻ്റെ അനുമതി കൊടുക്കേണ്ട എന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അനുമതിക്ക് സമീപിക്കുമ്പോൾ ഹൈക്കോടതിയിൽ ഇതെത്തി. ഈ കേസെത്തിയപ്പോൾ ഈ കടലാസ് തന്നെ ഹൈക്കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. ഞാൻ വിചാരിക്കുന്നത് ശ്രീ കമാൽ പാഷ തന്നെയായിരുന്നു അന്നും അത് കൈകാര്യം ചെയ്ത ജഡ്ജി എന്നാണ്. ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല കൃത്യമായി. അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. ശരി തിരുത്താം. ആന്റണി ഡൊമിനിക്, ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കാണ് ഇതെടുത്ത് കാറ്റിൽ പറത്തുകയാണ്. എന്നിട്ട് പറയുകയാണ് KPCC അധ്യക്ഷൻ പറയുന്നതിൽ എന്ത് അടിസ്ഥാനമെന്ന്. അങ്ങനെ വരെ പോയ KPCC അധ്യക്ഷനാണ് നിങ്ങളുടെ സർക്കാർ ഇരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നൊരു വിഷയം, ഒരു കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്ന വിഷയം വരാൻ പോവുകയാണ്. തീരുമാനമെടുക്കുമോ? ഞങ്ങൾക്കിനി യോജിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്ന് മാണിയുമായി ഇപ്പോഴത്തെ സ്ഥിതി ഞങ്ങൾ യോജിച്ച് പ്രവർത്തിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സ്ഥലങ്ങളിൽ, അധികാരം കിട്ടിയ സ്ഥലങ്ങളിൽ അത് ഇപ്പോൾ ഈ കേരള കോൺഗ്രസിൻ്റെ ഈ പോക്കുമായി ഞങ്ങളുമായി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവരെ പറഞ്ഞു പുറത്തുവിട്ടതാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 3 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പറയുന്നത് ശരിയാണ്. 3 കൊല്ലം കഴിഞ്ഞ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 5 കൊല്ലം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോട്ടയത്തിന് കോൺഗ്രസിന് പുഷ്കലകാലമാണ് എന്ന് കരുതുന്ന ശ്രീ ജോസഫ് വാഴക്കൻ, അതിനിടയിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതും പുഷ്കലകാലമാകട്ടെ, അധികാരം പങ്കിടണ്ട. അതൊക്കെ വരും, നിങ്ങൾ കണ്ടോ. ഞാനിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം ജില്ലയിലെയോ അതല്ലെങ്കിൽ കേരള കോൺഗ്രസുമായി ഒന്നിച്ചു പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നാളെ പെട്ടെന്ന് ഇതെല്ലാം പിൻവലിച്ച് അവിടെ വേറൊരു ഭരണപ്രതിസന്ധി ഉണ്ടാക്കണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഞങ്ങൾ ഏതെങ്കിലും ഒരു കുറ്റം ചാർത്തി കേരള കോൺഗ്രസിനെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം അല്ല ശ്രീ വാഴക്കൻ, നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ സാർ, അധികാരം പഞ്ചായത്തിലുള്ളത് കൊണ്ട് KM മാണി അവിടെ പിൻവാങ്ങാൻ നിൽക്കുന്നില്ല. അല്ല, ഭരണപ്രതിസന്ധിയുടെ കാര്യമല്ല നിങ്ങൾ പറയുന്നത്. അത് തന്നെ KM മാണിക്കും അത് പറയാമല്ലോ, ഭരണപ്രതിസന്ധി ഉണ്ടായിരിക്കാൻ അവരും നിൽക്കുന്നു. അല്ലെന്ന് ഞാൻ പറയുന്നത്. ഭരണപ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അധികാരം ഞങ്ങൾക്ക് വിട്ടുപോകാതിരിക്കണം. അതല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പഞ്ചായത്തുകൾ ഉണ്ടാകാം. അതിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വേറെ ഏതെങ്കിലും കക്ഷികളുടെ കയ്യിലേക്ക് കൊടുക്കണമോ എന്നുള്ള ആലോചിക്കും. കാരണം ഇവിടെ ഞാൻ പറയുന്നത് ഞങ്ങളോട് അഭിപ്രായം KM മാണിയുടെ ഒരു അധികാര പ്രശ്നമല്ല സാർ. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടാതിരുന്നതുകൊണ്ട് KM മാണി വിടുന്നു, തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരം കിട്ടിയ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നു. അപ്പോൾ ആ സമവാക്യം ശരിയെങ്കിൽ ഇവിടെ അധികാരമുണ്ടായിരുന്നുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ KM മാണി പോകുമായിരുന്നില്ല. ഇങ്ങനെ അധികാര തർക്കത്തിന്റെ മാത്രം പ്രശ്നമായിട്ടാണ് നിങ്ങൾ അതിനെ വിലയിരുത്തുന്നത്. അങ്ങനെ അധികാര തർക്കം ഇല്ലാത്തൊരു പ്രശ്നമായി നിങ്ങളങ്ങ് മുൻകൈ എടുക്കുന്നേ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പങ്കുവെച്ച് വേണ്ട എന്നങ്ങ് വിചാരിക്കേ. ഞങ്ങളല്ലല്ലോ ഇവരെ കേരള കോൺഗ്രസിനോട് മുന്നണി വിട്ടുപോകാൻ പറയുന്നത്. അത് വേറെ കാര്യമാണല്ലോ. മുന്നണിയിൽ ഇല്ലാത്ത ആളുകളല്ലേ. ഈ മുന്നണിയിൽ ഇല്ലാത്ത ആളുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ സഹകരിക്കുന്നത് മറ്റൊരു ഉദ്ദേശം വെച്ചാണല്ലേ പറയുന്നത്. രീതിയിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. കേരള കോൺഗ്രസ് നിങ്ങൾ ഇന്ന കുറ്റവാളികളാണ്, അതുകൊണ്ട് നിങ്ങൾ പോകണം, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് അവരുടെ പേരിലുള്ള ഏക ചാർജ് എന്താണ്? നിങ്ങൾ എന്തിനു പോകുന്നു? നാട്ടുകാരുടെ അടുത്ത് പറ, നിങ്ങൾ എന്തിനാണ് മാറി നിൽക്കുന്നത്? നിങ്ങളുടെ പോക്കിനൊരു കള്ള ലക്ഷണം, ഒരു കള്ള ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഇവർ അധികാരം പങ്കിടാൻ എവിടെയോ തപ്പിപ്പോകുന്നു എന്നൊരു സംശയമുണ്ട് എന്നാണ് ഞങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ സംശയം എവിടെയേ ഉള്ളൂ. അതല്ലാതെ ഞങ്ങൾ കേരള കോൺഗ്രസിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടില്ല. ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞു. പക്ഷെ പോകുകയാണ് എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ നാളെ താഴെത്തട്ടിലെ ഭരണങ്ങളും അല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അത് ഒന്നിച്ചു നിർത്താൻ ബുദ്ധിമുട്ടുകളുണ്ടാകും പ്രാദേശിക തലത്തിൽ എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. 2 സാധ്യതകളാണല്ലോ അധികാരവും തേടിയാണ് ഇവരുടെ പോക്ക് എങ്കിൽ, ഒന്ന് NDA അല്ലെങ്കിൽ CPM-ന്റെ കാര്യം കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാർക്സിസ്റ്റ് ആക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന്. തൽക്കാലം അത് വിശ്വസിക്കാമല്ലോ. പിന്നെയുള്ളത് ഈ NDA-യുടെ കാര്യമാണ്. NDA-യുടെ കാര്യത്തിൽ KM മാണി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയില്ല എന്ന്. 10 തവണയെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വഴങ്ങാതെ നിന്നത് KM മാണിയാണെന്നും നെഞ്ചിൽ കൈവച്ച് ശ്രീ ജോസഫ് വാഴക്കൻ നിഷേധിക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നു.
കേരള കോൺഗ്രസിൽ ഞാൻ പറഞ്ഞല്ലോ 2 പേർക്കല്ലാതെ വൈകുന്നേരത്തേരം തമാശ പറയണോ? രണ്ട് പറയാനാണോ? അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. അല്ല, ഞാനൊരു 2 പേർക്കല്ലാതെ അസംബന്ധമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, വാഴക്കൻ, ഒരു മിനിറ്റ് ക്ഷമിക്കൂ, ഞാൻ വേണൊരു കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാം. വാഴക്കന് പറയാൻ പരിമിതികളുണ്ട്, എനിക്കൊരു പരിമിതിയില്ല. വാഴക്കൻ ഒന്ന് ക്ഷമിക്കൂ, ഞാൻ പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേണു, 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജോസഫ് ഗ്രൂപ്പ് ഇടതു മുന്നണി വിട്ടുപോയത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ജോസഫിന് ഇടതു മുന്നണിയിൽ? ജോസഫ് ചോദിച്ച എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു കൊടുത്തു, അച്യുതാനന്ദനും പിണറായി വിജയനും. ആർക്കും ഒരാക്ഷേപവും ഉണ്ടായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ PJ ജോസഫിന് ദൈവവിളി ഉണ്ടായി. അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു, മാണി ഗ്രൂപ്പുമായിട്ട് ചോദിച്ചു, ഇല്ലേ? അതെന്തുകൊണ്ടാണ്? അങ്ങനെ ദൈവവിളിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇപ്പോൾ KM മാണിക്ക് ദൈവവിളി ഉണ്ടായി, കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വേണ്ട. അല്ലാതെ അടൂർ പ്രകാശിൻ്റെ മകനും ബിജു രമേശിൻ്റെ മകളും തമ്മിൽ കല്യാണം നിശ്ചയിച്ചുകൊണ്ടല്ല. ഇപ്പം കല്യാണം നിശ്ചയം റദ്ദാക്കിയതുമായിരിക്കും. എന്നാലും മാണി തിരിച്ചു വരാൻ പോകുന്നില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് ദൈവവിളി ഉണ്ടായി. അത് ഡൽഹിയിൽ നിന്നുള്ള ദൈവവിളിയാണ്. കുമ്മന രാജശേഖരൻ്റെ വിളി ഉണ്ടായി, അതിനു മുമ്പ് V മുരളീധരൻ്റെ വിളി ഉണ്ടായി. അങ്ങനെ 2 വിളി മുമ്പുണ്ടായി. പക്ഷേ ആ വിളിയല്ല, അമിത്ഷായുടെ വിളി പുറകെ വരും. അത് കഴിയുമ്പോൾ KM മാണിയുടെ മകൻ ജോസ് കെ മാണി കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രിയായിട്ട് സത്യവാചകം ചൊല്ലും. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. KM മാണിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ശക്തമായ ആക്ഷേപം, പക്ഷേ ഇത് അസത്യമാണ്. അതിൻ്റെ കാരണം ഇവിടെ ഒരു ചെറിയ ഉദാഹരണം അങ്ങ് ചില ടെലിവിഷൻ ചാനലുകളിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. ഞാൻ അതിൻ്റെ കൂടെ ചുവടുപിടിച്ച് പറയാം. ഇനിയിപ്പോൾ NDAയുമായി ചേർന്ന് ഈ പറയുന്ന സഹമന്ത്രി പദത്തിലേക്ക് ജോസ് കെ മാണി പോയി എന്ന് തന്നെ ഇരിക്കട്ടെ. അതിന് കേരള രാഷ്ട്രീയത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും കേരള കോൺഗ്രസ്സിന്, കേരള കോൺഗ്രസ് മാണിക്ക്. NDAയുമായി ചേർന്നുകൊണ്ട് കേരള കോൺഗ്രസ് മാണിക്ക് അസംബ്ലി തലങ്ങളിൽ എവിടെയും വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് KM മാണി അതിന് പോകാത്ത. പക്ഷേ നിങ്ങളെല്ലാവരും പറയുകയാണ് KM മാണി അങ്ങോട്ട് പോകുമെന്ന്. അതിൻ്റെ കാരണം ജോസ് കെ മാണി. ശരി, ജോസ് കെ മാണി അങ്ങനെ പോയി, സഹമന്ത്രിയായി. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തന്നെ വരണമല്ലോ. കോട്ടയത്ത് നിന്ന് അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ്.